ഹായ് ഫ്രണ്ട്സ്, നമുക്ക് കെമിസ്ട്രി റെക്കോർഡ് എങ്ങനെ എഴുതേണ്ടതെന്ന് നോക്കാം. ഇത് +1 കഴിഞ്ഞ് +2ലേക്ക് പോകുന്ന സ്റ്റുഡൻസിനും ആൻഡ് റെക്കോർഡ് എങ്ങനെ എഴുതേണ്ടതെന്ന് ക്യൂരിയസ് ആയിട്ടുള്ള അല്ലാണ്ട് അതിൻ്റെ എങ്ങനെ ഒന്ന് ഐഡിയ കിട്ടേണ്ട എല്ലാവർക്കും ഇത് യൂസ്ഫുള്ളായിരിക്കും. ഞാൻ എല്ലാ പോയിൻറ്റ്സ് ഇൻക്ലൂഡ് ആക്കാൻ നോക്കുന്നുണ്ട്. എന്തെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിച്ചാൽ മതി, ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ചോദിക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഫസ്റ്റ് തന്നെ ഞാൻ കുറച്ച് പോയിൻറ്റ്സ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് റെക്കോർഡുമായിട്ട് എല്ലാ റെക്കോർഡ്സിനും, ഇപ്പം കെമിസ്ട്രി എന്നല്ല എല്ലാ റെക്കോർഡ്സിനും യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. മെയിനായിട്ട് ഫസ്റ്റ് തന്നെ ഞാനിതിന് നമ്മൾ കവർ ചെയ്യുന്ന ബ്രൗൺ പേപ്പർ വെച്ച് കവർ ചെയ്യുന്ന കാര്യം പറയാം. അത് ഫസ്റ്റ് നമ്മൾ സ്കൂളിൽ പറയുന്നത്, ഇപ്പം ഞാനൊരു മെയിൻ ഐഡിയ കിട്ടാനായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. നിങ്ങളുടെ സ്കൂളിൽ എങ്ങനെയാണോ പറയുന്നത് അതുപോലെയാണ് നിങ്ങൾ റെക്കോർഡ് എഴുതേണ്ടത്. അത് മെയിനായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഇപ്പം കവർ ചെയ്യുന്ന കാര്യം പറയുവാണെങ്കിൽ, ഫസ്റ്റ് തന്നെ ചില സ്കൂളുകളിൽ നിങ്ങൾക്ക് ലാബ് മാനുവൽ കാണും, അല്ലെങ്കിൽ നിങ്ങൾ റഫ് ബുക്ക് എടുത്തിട്ട് അതിനകത്ത് നിങ്ങൾ ചെയ്യുമ്പം +2 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ട് നമുക്ക് ലാബുണ്ട്, കുറച്ച് നാളത്തേക്ക് കാണും. അത് കഴിഞ്ഞ് പിന്നെ തിയറിയിൽ ഫോക്കസ് ചെയ്യും. പിന്നെ നമുക്ക് എക്സാം ആയിരിക്കും. റെക്കോർഡ് കവർ ചെയ്യുന്ന കാര്യം പറയുമ്പോഴത്തേക്കും അത് ഫസ്റ്റിൽ നമ്മൾ വേണമെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ബ്രൗൺ പേപ്പർ വെച്ച് തന്നെ ഇടാം, അല്ലെങ്കിൽ നമ്മൾ ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും പേപ്പർ വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് ഇടാം. കാരണം ഈ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും ഇതെല്ലാം നമ്മൾ കൊണ്ടുപോയി ലാബിൽ കൊണ്ടുപോകണമല്ലോ. കൊണ്ടുപോകുന്നവർക്ക് അങ്ങനെയുള്ള സ്കൂളുകളിൽ ചില സ്കൂളുകളിൽ പറയും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് കീറി അതിൻ്റെ ഒരു പരിഭവം. സോ നിങ്ങൾ ഫസ്റ്റ് റഫ് പേപ്പർ വെച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും പേപ്പർ വെച്ചിട്ടിട്ട് ലാസ്റ്റ് ആകുമ്പോൾ നിങ്ങൾ ബ്രൗൺ പേപ്പർ ടീച്ചറിൻ്റെ സൈൻ വാങ്ങാൻ പോകുമ്പോഴോ അങ്ങനെ ബ്രൗൺ പേപ്പർ ഇട്ടുകൊണ്ട് അങ്ങനെ പറയും ടീച്ചേഴ്സ്. നിങ്ങളതുപോലെ ചെയ്യാം, അതായിരിക്കും ബെറ്റർ. അതുപോലെ തന്നെ റെക്കോർഡ് എഴുതുന്ന കാര്യം പറയുവാണെങ്കിൽ, ചില സ്കൂളുകളിൽ നമുക്ക് നേരത്തെ ഇപ്പോൾ വെക്കേഷൻ +1 കഴിഞ്ഞിട്ടുള്ള വെക്കേഷൻ തന്നെ പറയും നിങ്ങൾക്ക് കെമിസ്ട്രി, ഫിസിക്സ് അങ്ങനെയുള്ള സബ്ജക്റ്റുകളൊക്കെ. ബോട്ടണി സുവോളജിയും പറയാൻ ചാൻസ് ഇല്ല. എല്ലാം എഴുതാനുള്ളതൊക്കെ അപ്പം തന്നെ വെക്കേഷനിൽ തരും നമുക്ക് എഴുതാനായിട്ട്. അല്ലെങ്കിൽ സ്കൂൾ തുറന്നിട്ട് ഓരോന്നും ചെയ്യുമ്പോഴായിരിക്കും അന്ന് തന്നെ എഴുതുക, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എന്നിട്ട് കൊണ്ട് കാണിക്കുക, അങ്ങനെയുള്ള സംഭവങ്ങളായിരിക്കും. അത് സ്കൂളിൽ നോക്കുക. വെക്കേഷന് തന്നെയാണെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ എഴുതാൻ നോക്കുക, അല്ലാണ്ട് സ്കൂൾ തുറന്നിട്ട് എഴുതുമ്പോഴത്തേക്കും. കാരണം പഠിക്കുന്ന കൊണ്ട് നമ്മൾ പ്രാക്ടിക്കൽ അല്ലാണ്ട് തിയറിയും നമ്മൾ ഫോക്കസ് ചെയ്യണം. അപ്പം അപ്പോഴത്തേക്ക് റെക്കോർഡും പിടിച്ചുകൊണ്ടിരുന്ന് തന്നെ നമുക്ക് നടക്കത്തില്ല രണ്ടും കൂടെ. അപ്പോൾ വെക്കേഷന് കിട്ടുവാണെങ്കിൽ അപ്പോൾ തന്നെ എഴുതുക. നമ്മളൊരു പേന യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അത് തന്നെ കണ്ടിന്യൂസ് ഫുൾ ആ റെക്കോർഡ് എഴുതാൻ യൂസ് ആക്കുക. അപ്പോൾ നമ്മൾ ബ്ലാക്കാണ് ബെറ്റർ, ബ്ലൂവിനെയും കാട്ടി ബ്ലാക്കാണ് കുറച്ചും കൂടെ ഫെയ്ഡ് ആവാണ്ടിരിക്കും, അതിന് കാണാനൊരു ഭംഗിയായിരിക്കും. അപ്പം ബ്ലാക്കോ ബ്ലൂ നമുക്ക് യൂസ് ആക്കാം, ബ്ലാക്ക് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അത് യൂസ് ചെയ്ത് നമ്മൾ ലാസ്റ്റ് വരെ ആ ഒരു കമ്പനിയുടെ തന്നെ പേന യൂസ് ആക്കാൻ ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ റെക്കോർഡ് അത് ലാബ് ചെയ്തിട്ട് കൊണ്ട് കാണിക്കുക അങ്ങനെ പറയുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറയുന്ന ഡേറ്റ് കാണും, അന്ന് തന്നെ നിങ്ങൾ അത് സബ്മിറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം അന്ന് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഡേറ്റ് ഡിഫറെൻ്റ് ആയിട്ട് വരും. അപ്പോൾ നമ്മൾ റെക്കോർഡിന് ഇപ്പോൾ 4 മാർക്കാണ്. അപ്പോൾ ചിലപ്പം അത് നോക്കുമ്പോഴത്തേക്കും ഒന്നാമത് നമുക്ക് നീറ്റ്നെസ് ഇല്ല, അങ്ങനെ കുറേ മിസ്റ്റേക്സ് ഉണ്ട്. അതിൻ്റെ കൂടെ ഡേറ്റും ഡിഫറെൻ്റ്, അവരിതൊക്കെയാണ് നോക്കുന്നത്. അപ്പം ഡേറ്റും ഡിഫറെൻ്റ് ആണ്, ചിലപ്പോൾ നമുക്ക് മാർക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. എന്ന് പറഞ്ഞ് ഡിഫറൻസ് ഉണ്ടെന്നും വെച്ചിട്ട് നമ്മൾ ബാക്കിയെല്ലാം ഓക്കെ ആണെങ്കിൽ അങ്ങനെ മാർക്കൊന്നും പോകത്തില്ല. എന്നാലും നമ്മളെല്ലാം നോക്കണമല്ലോ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഡേറ്റ് കറക്റ്റിന് ഇടാൻ നോക്കാം. സൈൻ കറക്റ്റ് ഡേറ്റിന് തന്നെ ചെയ്യാൻ നോക്കാം. ഇനി നമുക്ക് റെക്കോർഡിൻ്റെ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ പേജിൽ എന്തൊക്കെയാണ് എഴുതേണ്ടത് അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. പലതിലും ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ എൻ്റെ റെക്കോർഡിൽ ഞാനത് കാണിക്കുന്നില്ല, കാരണം ഡീറ്റെയിൽസ് ആയതുകൊണ്ട് ഞാനത് കാണിക്കുന്നില്ല, അല്ലാണ്ട് ഞാൻ പറയാണ്. അതിനകത്ത് നെയിമുണ്ട്, നിങ്ങളുടെ നെയിം എഴുതുക, കറക്റ്റ് ആയിട്ടുള്ള നെയിം, ഫുൾ നെയിം എഴുതുക. ആൻഡ് റോൾ നമ്പർ ഉണ്ട്, അത് നിങ്ങൾക്ക് സ്കൂളിൽ ചിലപ്പം ചേഞ്ച് വരും, അതുകൊണ്ട് ഫസ്റ്റ് നിങ്ങൾ എഴുതാൻ നിൽക്കണ്ട. ചിലപ്പം ചില സ്റ്റുഡൻസ് പോകുമ്പോഴത്തേക്കോ അല്ലെങ്കിൽ +1 അങ്ങനെ മാറിപ്പോവുക അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് റോൾ നമ്പറിൽ ചേഞ്ച് വരും. സോ ശ്രദ്ധിച്ച് ലാസ്റ്റ് ടൈമിലാണ് ഇതൊക്കെ എഴുതുന്നത്. സോ അപ്പോൾ നിങ്ങൾ നോക്കി എഴുതുക, തെറ്റിക്കാൻ പാടില്ല. പിന്നെ ക്ലാസ്, എന്തെങ്കിലും തെറ്റിയാൽ തന്നെയും നിങ്ങൾക്ക് ആ പേപ്പർ കീറിയിട്ട് ഒന്ന് എഴുതുന്നതിന് മുമ്പാണെങ്കിൽ ഒന്ന് പ്രിൻ്റ് എടുത്ത് സർട്ടിഫിക്കറ്റും ഇൻഡെക്സ് പേജും ഒന്ന് പ്രിൻ്റ് എടുത്ത് വെക്കുന്നത് നല്ലതാണ്. കാരണം സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം അതും പ്രിൻ്റ് എടുക്കാമെന്നെനിക്ക് തോന്നുന്നു. ഞാൻ ഇൻഡെക്സ് പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. സോ അങ്ങനെ എടുത്ത് വെക്കുക. കാരണം തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ആ പേപ്പർ കീറിയിട്ട് അവിടെ ഒട്ടിക്കണമെങ്കിൽ എഴുതാത്തില്ലെങ്കിൽ ആരെങ്കിലും റെക്കോർഡ് എഴുതാത്തുണ്ടെങ്കിൽ വാങ്ങിച്ചിട്ട് പ്രിൻ്റ് എടുത്താലും മതി. ഇങ്ങനെ ആയാലും ഒന്ന് പ്രിൻ്റ് എടുത്ത് വെക്കാം. പിന്നെ ക്ലാസ് എഴുതുക. എക്സാം നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മുടെ രജിസ്റ്റർ നമ്പറാണ് എഴുതേണ്ടത്. പിന്നെ സ്കൂൾ ഓർ കോളേജ്, അത് സ്കൂളല്ലേ, ഇപ്പം നമ്മൾ സ്കൂളിൻ്റെ നെയിം എഴുതാം. പിന്നെ ദിസ് സർട്ടിഫിക്കറ്റ് ടു ബി ബോണഫൈഡ് വർക്ക് ഓഫ് ദി സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞിട്ട്
ഏത് ലബോറട്ടറി ആണ്, ഇപ്പം നമ്മൾ കെമിസ്ട്രി, ഇപ്പം ഞാൻ കെമിസ്ട്രിയുടെ കാര്യം ഈ വീഡിയോയിൽ കെമിസ്ട്രി ആയതുകൊണ്ട് കെമിസ്ട്രി ലബോറട്ടറി ഡ്യൂറിങ് ദി അക്കാഡമിക് ഇയർ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ഞാനിപ്പോൾ 24-26 ആണ്, അങ്ങനെ ആയിരുന്നു 2 വർഷം +1 +2 റെക്കോർഡാണ്. +1 നമ്മൾ ചെയ്യുന്നില്ലെങ്കിലും +2 ചെയ്യുന്നെങ്കിലും 2 വർഷത്തെയും കൂടെ റെക്കോർഡാണ്. അതുകൊണ്ട് അങ്ങനെ എഴുതുക. നിങ്ങൾ ജോയിൻ ചെയ്യുന്ന ഇയർ ടു ലാസ്റ്റ് ഇയർ വരെ 2 വർഷം അത് ഏതാണോ അത് എഴുതുക. പിന്നെ വേറെ ഒന്നും നമ്മൾ അതിനകത്ത് എഴുതേണ്ട. പിന്നെ ഇപ്പോൾ കെമിസ്ട്രി ആയതുകൊണ്ട് വേറെ അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. വേറെ സബ്ജക്ട്സിന് പ്രാക്ടിക്കൽ എത്ര ഉണ്ടെന്നുള്ളത് എഴുതണം. പിന്നെ നമ്മുടെ എക്സാമിനറിൻ്റെ സിഗ്നേച്ചർ അവിടെ ഇടും. പിന്നെ ടീച്ചറിൻ്റെ, പിന്നെ നമുക്ക് സീല് കിട്ടും സ്കൂളിൽ നിന്ന്. അതൊക്കെ ലാസ്റ്റ് ടൈമാണ്. ഇതെല്ലാം എഴുതിയിട്ട് വേണം ലാസ്റ്റ് റെക്കോർഡ് സബ്മിറ്റ് ചെയ്യാൻ പറയുമ്പോൾ ഇതെല്ലാം എഴുതിയിട്ട് വേണം. ടീച്ചർ പറയും, ഞാൻ പറഞ്ഞ ഐഡിയ കിട്ടാനായിട്ട്. ഇനി നമുക്ക് ഇൻഡെക്സിലോട്ട് പോകാം. ഇൻഡെക്സ് ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അതിനകത്ത് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ ഇൻഡെക്സ് എഴുതില്ല, ഇതെല്ലാം ലാസ്റ്റ് എഴുതുന്ന സംഭവങ്ങളാണ്. ഫസ്റ്റ് നമ്മൾ റെക്കോർഡ് മാത്രമേ എഴുതത്തുള്ളൂ, അതിനകത്ത് പേജസ് ഉള്ള കാര്യങ്ങൾ എഴുതത്തുള്ളൂ. ഈ ഇൻഡെക്സ് എഴുതുമ്പോൾ എന്ന് പറഞ്ഞാൽ അവിടെ ഡേറ്റ് എഴുതേണ്ടി വരും. അപ്പം നിങ്ങൾ ഇപ്പോൾ സുവോളജി കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ മറ്റേതിലെല്ലാം നമ്മൾ ഡേറ്റ് ഇട്ടായിരിക്കും പോകുന്നത്. സുവോളജി കെമിസ്ട്രി ചിലപ്പം ഡേറ്റ് നമ്മൾ എഴുതത്തില്ല. അപ്പം നിങ്ങൾ തന്നെ സ്വന്തമായിട്ടൊന്ന് നമ്മൾ ചെയ്ത് പോകുന്ന ദിവസത്തെ ഒന്ന് എഴുതി വെക്കുക, എവിടെയെങ്കിലും ഡയറിയിലോ അല്ലെങ്കിൽ ആ ചെയ്യുന്ന പേപ്പറിലോ തന്നെ എഴുതി വെക്കുക. അപ്പോൾ ലാസ്റ്റ് നമ്മൾ ഇൻഡെക്സ് എഴുതുമ്പം ഡേറ്റ് എഴുതാൻ ഇത്തിരിയും കൂടെ ഈസി ആയിരിക്കും. കറക്റ്റ് ഡേറ്റ് തന്നെ നമ്മൾ ചെയ്യുന്നത് തന്നെ എഴുതുകയും ചെയ്യും. ഇപ്പം ടീച്ചേഴ്സിന് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് എഴുതി കഴിഞ്ഞാൽ അവർക്ക് പറയാം ഈ ഡേറ്റിലാണ് എന്നൊക്കെ ഉള്ളത്. ടീച്ചേഴ്സും നോട്ട് ചെയ്ത് വെക്കും, എന്നാലും നമ്മൾ ചെയ്ത് വെക്കുക. അതുപോലെ നീറ്റായിട്ട് എഴുതാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇൻഡെക്സ് കാണിച്ചേക്കുന്ന പോലെ ടീച്ചർ തരും, അതേപോലെ എഴുതുക. അങ്ങനെ നമ്മൾ 2 പേജിൽ, ചിലപ്പോൾ 2 പേജ് വരും, ചിലപ്പോൾ 1 പേജിൽ തന്നെ നിൽക്കും. നീറ്റായിട്ട് എഴുതുമ്പോൾ 2 പേജിൽ എഴുതുന്നതാണ് ബെറ്റർ. നോക്കുക, നിങ്ങൾക്ക് നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് അതുപോലെ ഇരിക്കും. എന്നിട്ട് പിന്നെ അടുത്ത പേജിലായിട്ട് ഇപ്പം ഞാൻ കാണിച്ചേക്കുന്ന പോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിൻ്റെ ഹെഡിങ് കൊടുക്കുക. ദെൻ അതിൻ്റെ അപ്പുറത്തെ പേജിൽ ഇപ്പം നമ്മൾ ചില റെക്കോർഡിലെന്ന് പറഞ്ഞാൽ ഒരു പേജിൽ തന്നെ 2 സൈഡിലും പേജ് നമ്പർ കാണും. ചിലതിൽ ഒരു പേജിൽ ഒരു പേജ് നമ്പർ കാണും, അങ്ങനെ ആയിരിക്കും. ഇപ്പം ഞാൻ കെമിസ്ട്രിയുടെ റെക്കോർഡിൽ എനിക്ക് ഒരു പേജിന് ഒരു സൈഡിൽ മാത്രമേ പേജ് നമ്പറിന് കൊടുത്തിട്ടുള്ളൂ, 2 സൈഡിലും ഇല്ല. അപ്പോൾ നമ്മളവിടെ 1 എന്ന് എഴുതുക. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഹെഡിങ് നമ്മൾ 1-ലല്ലേ എഴുതി, അതിൻ്റെ അപ്പുറത്തെ സൈഡില്ല, പേജിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഒന്നും എഴുതരുത്. അത് കഴിഞ്ഞിട്ട് പേജ് നമ്പർ 2 അതിനകത്താണ് ഫെമിലറൈസേഷൻ ഓഫ് ലബോറട്ടറി അപ്പാരറ്റസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ കൊടുത്തേക്കുന്നത് എഴുതുക. അതുപോലെ കെമിസ്ട്രിയിൽ അങ്ങനെ തന്നെ ഫുള്ളും ഒരു പേജിൻ്റെ ഫസ്റ്റ് സൈഡിൽ എഴുതാവുള്ളൂ, അപ്പുറത്തെ സൈഡിൽ എഴുതരുത്. അങ്ങനെ പേജ് നമ്പർ 8 പോവുക. നമ്മൾ ഫ്രണ്ടിൽ ഇതിൻ്റെ തിയറി പാർട്ടായിരിക്കും എഴുതുന്നത്. സോൾട്ടൊക്കെ ചെയ്യുന്നതൊക്കെ നമുക്ക് സോൾട്ട് ചെയ്യാനുണ്ട്. സോൾട്ടാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത്. പിന്നെ ടൈട്രേഷനും ചെയ്യുന്നുണ്ട്. സോൾട്ട് ചെയ്യുന്നത് നമ്മൾ ബാക്ക് സൈഡിലാണ് എഴുതുന്നത്. ഈ ടൈട്രേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഫസ്റ്റത്തെ തിയറി ബേസിക് സംഭവങ്ങളൊക്കെയാണ് ഫ്രണ്ടിൽ എഴുതുന്നത്. അങ്ങനെ ഇടുക. അതിൻ്റെ ഓരോന്ന് കഴിയുമ്പോഴും ഓരോ ഹെഡിങ്ങും അതിൻ്റെ കഴിയുമ്പോൾ സൈൻ കിട്ടിയോ എന്നുള്ള കാര്യം നോക്കുക. നമ്മൾ കാണിക്കുന്ന ടൈമിൽ സൈൻ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതെല്ലാം ചെക്ക് ചെയ്യുക. നമ്മൾ ആ പേജ് എഴുതുന്നിടത്ത് നമ്മൾ ഡേറ്റ് ഇൻഡെക്സിൽ മാത്രമല്ല എഴുതുന്നിടത്തും ഡേറ്റ് ഇട്ടിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പായി. പിന്നെ ഞാൻ ഇതിനകത്ത് കാണിച്ചിട്ട് നിങ്ങൾക്ക് സെയിം ആണ് ലാബ് മാനുവൽ അല്ലെങ്കിൽ എന്നെ തന്നേക്കുന്നതെന്നുണ്ടെങ്കിൽ അതുപോലെ എഴുതുക. പക്ഷേ എൻ്റെ അതിനകത്ത് കാണിച്ചേക്കുന്ന വാല്യൂസ് നിങ്ങൾ ചെക്ക് ചെയ്യുക. കാരണം ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ, ഇപ്പോൾ ടൈട്രേഷൻ്റെ ആണെങ്കിൽ നമ്മൾ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് എഴുതുന്നത്. എൻ്റെ കാണിച്ചിരിക്കുന്ന വാല്യൂ അല്ല. നിങ്ങൾക്ക് ചെയ്യേണ്ട എങ്ങനെയാണെന്നുള്ളൊരു ഐഡിയ കിട്ടാനുള്ള വാല്യൂ ആണ്. ഇതേപോലെ എഴുതിയിട്ട് പിന്നെ തെറ്റിക്കാൻ പാടില്ല. തെറ്റിച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ റെക്കോർഡ് വാങ്ങിച്ച് എഴുതേണ്ട ആവശ്യം വരും. സോ എല്ലാം ക്ലിയർ ആയിട്ട് നോക്കിയാണ് എന്നുള്ള രീതിയിലാണെങ്കിൽ മാത്രമേ, ഇപ്പോൾ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ടീച്ചറിനെ ചോദിച്ച് ക്ലിയർ ആക്കിയിട്ട് മാത്രം ഇതിനകത്തോട്ട് എഴുതുക. പിന്നെ സൗണ്ടിനൊരു ക്ലാരിറ്റി കുറവുണ്ടോയെന്ന് ചെറിയ ഡൗട്ടുണ്ട്, കാരണം എനിക്ക് പനിയായിട്ടാണ്. പക്ഷേ ഈ വീഡിയോ കാരണം എനിക്ക് ചെയ്യണമെന്ന് കുറേ നാളായിട്ട് വിചാരിക്കുന്നത് ഹെൽപ്ഫുള്ളായിരിക്കും നോക്കുമ്പോഴത്തേക്കും. കാരണം എനിക്കും കുറേ ഡൗട്ട്, ഞാൻ ഇപ്പോൾ +2 കഴിഞ്ഞിരിക്കുന്ന സ്റ്റുഡൻ്റാണ്. അപ്പോൾ എനിക്കും കുറേ ഡൗട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് നമുക്ക് ചെയ്ത് വരുമ്പോഴത്തേക്കും ഡൗട്ട്സൊക്കെ ക്ലിയർ ആയി. അപ്പോൾ എനിക്കത് ഷെയർ ചെയ്യണം. കാരണം കുറേ യൂട്യൂബിൽ വീഡിയോസ് ഉണ്ടെങ്കിലും കൂടുതലും ക്ലിയറായിട്ട് പറയുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് ടീച്ചേഴ്സ് പറഞ്ഞിട്ടാണ് കൂടുതലും മനസ്സിലായിട്ടുള്ളത്. അപ്പം ഞാൻ വിചാരിച്ചു ഇത് ഷെയർ ആക്കുമ്പോഴത്തേക്കും എല്ലാവർക്കും കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും എന്നുള്ള ഇതുകൊണ്ടാണ് ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചത്. അതുകൊണ്ടാണ് എഫേർട്ട് ഇട്ട് ഇപ്പം ഞാൻ ചെയ്യുന്നത്. കാരണം പിന്നെ ആകുമ്പോൾ എനിക്ക് പറ്റുമെന്ന് നോക്കാത്ത ഡൗട്ടാണ്. സോ അതുകൊണ്ട് ഇപ്പം ചെയ്യാമെന്ന് വിചാരിച്ചു. നിങ്ങളിപ്പോൾ ഇത് റെക്കോർഡ് എഴുതുന്ന സമയത്തല്ല, അല്ലാണ്ട് കാണുകയാണെങ്കിൽ നിങ്ങളത് സേവ് ചെയ്ത് വെക്കുക. അപ്പം യൂട്യൂബിലായതുകൊണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്തിടുമോ അല്ലെങ്കിൽ എങ്ങനെയാണോ അങ്ങനെ ഇടുക. നിങ്ങൾ ഷെയർ ചെയ്തിടുക, ലിങ്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തിടുക. കാരണം പിന്നെ നിങ്ങൾക്ക് എടുത്ത് നോക്കാൻ പറ്റും. ലൈക്ക് ചെയ്തിടുന്നതായിരിക്കും ബെറ്റർ, കാരണം യൂട്യൂബിൽ തന്നെ കാണും. അതാകുമ്പോൾ ചെയ്തിടുക. എൻ്റെ ചാനലൊന്ന് സബ് ചെയ്യുക.
പിന്നെ മെയിനായിട്ട് ടൈട്രേഷൻ്റെ നമ്മളിപ്പം എസ്റ്റിമേഷൻ ഓഫ് എച്ച്3 അങ്ങനെ ഉള്ളത് എഴുതുമ്പോഴത്തേക്കും നിങ്ങൾ കാൽക്കുലേഷൻസ് എഴുതുമ്പം ഈക്വൽ ടു എല്ലാം ഒരു ഓർഡറിൽ തന്നെ എഴുതാൻ നോക്കുക, സെയിം ആയിട്ട്. ഞാൻ എഴുതിയിരിക്കുന്നത് ചില ഡിഫറൻസ് കാണും, എനിക്കറിയില്ല, അങ്ങനെയാണെങ്കിൽ പക്ഷെ കറക്റ്റായിട്ട് എഴുതാൻ നോക്കുക. അതായിരിക്കും കുറച്ചുകൂടെ കാണാൻ വൃത്തിയും നീറ്റ്നെസ്സാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ ഹാൻഡ് റൈറ്റിംഗ് എങ്ങനെ വായിക്കും, ഹാൻഡ് റൈറ്റിംഗ് ഇപ്പം നമുക്ക് ഒരുവിധം വായിക്കാൻ പറ്റുന്ന, ഇപ്പോൾ ഭയങ്കര ആസ്തറ്റിക് ആണോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. നമ്മൾ നീറ്റ്നെസ്സാണ് നമുക്ക് വായിക്കാൻ പറ്റുക, ക്ലിയർ ആയിരിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ ഫ്രണ്ടിൽ നമ്മൾ എഴുതുമ്പോഴത്തേക്കും തിയറി പാർട്ട് നമ്മൾ പേജിൽ ഇപ്പോൾ ലൈൻ ഉള്ളത് ഒരു സൈഡിൽ ലൈനില്ലാത്തേ ആയിരിക്കും. അപ്പോൾ ലൈൻ ഉള്ളിടത്ത് വേണം നമ്മൾ തിയറി പാർട്ട് എഴുതാനും, അപ്പുറത്തെ സൈഡിൽ പ്ലെയിൻ ആയിട്ടുള്ളിടത്ത് ഒബ്സർവേഷനും കാൽക്കുലേഷനും റിസൾട്ടും ഒക്കെയാണ് എഴുതേണ്ടത്. അങ്ങനെയുള്ളതാണ് അവിടെ എഴുതേണ്ടത്. പിന്നെ നമ്മൾ റെക്കോർഡിലുള്ള ഫുള്ള് കാര്യങ്ങളല്ല നമ്മൾ പ്രാക്ടിക്കലിലും പഠിക്കുന്നതെന്ന് ഷോർട്ടാക്കി നമുക്ക് ടീച്ചർ തരും. അതാണ്, നിങ്ങൾക്കത് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. എൻ്റെ കയ്യിലുള്ള നോട്ട്സ് ഞാൻ ഷെയർ ആക്കാം. ഇപ്പം ഞാൻ റെക്കോർഡിന് മാത്രമാണ് ഷെയർ ആക്കാൻ പ്ലാൻ ആക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഫ്രണ്ടിലത്തെ എല്ലാം നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമ്മൾ ബാക്ക് സൈഡിൽ തിരിച്ച് വെച്ചാൽ നമ്മൾ മാത്സിൻ്റെയൊക്കെ എഴുതൂലേ, മാത്സ് നോട്ടൊക്കെ പണ്ട് എഴുതുന്ന കണക്കാണ് ഈ റെക്കോർഡിൽ. ഇതിൽ മാത്രമേ കെമിസ്ട്രിയിൽ മാത്രമേ അങ്ങനെ ഉള്ളൂ സോൾവ് എഴുതേണ്ടത്. അപ്പം അതിൽ ഫസ്റ്റത്തെ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസാണ് നമ്മൾ ഹെഡിങ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കുറച്ച് തിയറി പാർട്ടുണ്ട് സോൾട്ടിൻ്റെ, എല്ലാ സോൾട്ടിൻ്റെയും വെച്ചിട്ട് റിയാക്ഷൻ ഓഫ് കാർബണേറ്റ് അങ്ങനെയൊക്കെ, ആനയോൺസും കാറ്റയോൺസിൻ്റെയും റിയാക്ഷൻ അത് നമുക്ക് തരും. അത് നോക്കി എഴുതാൻ എനിക്ക് PDF എൻ്റെ ഇല്ല, അല്ലെങ്കിൽ ഞാൻ അറ്റാച്ച് ചെയ്യാമായിരുന്നു. ബാക്കിയുള്ള സബിൻ്റെ റെക്കോർഡ് എഴുതുമ്പോൾ അതിനകത്ത് മെയിൻലി സുവോളജി മോഡിന് ഞാൻ PDF അറ്റാച്ച് ചെയ്യാം. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടും, ഞാൻ അറ്റാച്ച് ചെയ്തേക്കാം. അപ്പോൾ നമ്മൾ തിയറി പാർട്ടൊക്കെ എഴുതി കഴിയുമ്പോഴത്തേക്കും നമുക്ക് സോൾട്ടിൻ്റെ അനാലിസിസ് നമ്മൾ ചെയ്തേക്കുന്ന ലാബിൽ ചെയ്തേക്കുന്ന പിന്നെ എഴുതേണ്ടത്. അത് എഴുതുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോൾട്ട് അനാലിസിസ് നമ്പർ 1 എന്ന് എഴുതുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ടീച്ചർ പറഞ്ഞാൽ ഹെഡിങ് എഴുതുക. എന്നിട്ട് നമ്മൾ അത് സ്വന്തമായിട്ട് നമ്മൾ നേരത്തെ എഴുതിയേക്കുന്ന തിയറിയിൽ നിന്ന് എടുത്തെഴുതണം. എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഏതാണ് ചെയ്യുന്നത്, ആനയോൺ ഫസ്റ്റ് ആനയോണും പിന്നെ കാറ്റയോണും എഴുതേണ്ടത്. ഇപ്പം നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അമോണിയം കാർബണേറ്റാണ് നമ്മൾ ചെയ്തത് ലാബിൽ ചെയ്തത് വെച്ചാണ് എഴുതേണ്ടത്. അതൊരു കാര്യം പറയാണ്ട് നമ്മൾ ആദ്യം നോക്കി എഴുതരുത്. കാരണം ഇപ്പം നമുക്ക് 2 ബാച്ചായിരിക്കും, 2 ബാച്ചിലും ഡിഫറെൻറ്റ് രീതിയിലായിരിക്കും ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് അമോണിയം കാർബണേറ്റ് ആണെങ്കിൽ അവർക്ക് വേറെ ആയിരിക്കും. അപ്പം അതുപോലെ ഗ്രൂപ്പ് നമ്മൾ ക്ലാസ്സിൽ തന്നെ ഇപ്പോൾ 1 to 30 അങ്ങനെ കാണും. അപ്പോൾ അവർക്ക് ഡിഫറെൻ്റ് ആയിരിക്കും. നിങ്ങളുടെ ഗ്രൂപ്പിൽ ഉള്ളതും വേണം നിങ്ങൾ എഴുതാനായിട്ട്. ആ ഡേറ്റ് അന്നത്തെ തന്നെ അങ്ങനെയാണ് ചെയ്യേണ്ടത്, ഓർഡറിൽ എഴുതണം. അല്ലാണ്ട് അവിടെ നോക്കി കോപ്പി എടുക്കാൻ നിൽക്കരുത്. കാരണം നമ്മൾ വെക്കുമ്പോഴും ലാബിൽ നിന്ന് ഇരിക്കുമ്പോഴായാലും സെയിം ആയിരിക്കും. നമ്മൾ നമ്മുടെ ഗ്രൂപ്പിലുള്ളവരുടെ കൂടെ ആയിരിക്കും നിൽക്കുക. അപ്പം ഡിഫറൻസ് കാണും. അപ്പോൾ ടീച്ചേഴ്സിന് മനസ്സിലാവും. അങ്ങനെ നോക്കുക. അതിനകത്ത് തന്നേക്കുന്ന പോലെ ചെയ്തേക്കുന്ന ഓർഡറിൽ തന്നെ എഴുതുക. ഇപ്പോൾ ഐഡൻറ്റിഫിക്കേഷൻ ടെസ്റ്റ് എഴുതുക, പിന്നെ കൺഫർമേറ്ററി ടെസ്റ്റ്, പിന്നെ നമ്മൾ ആ ഗ്രൂപ്പ് ആദ്യം ആനയോൺസിൻ്റെ അല്ലേ ചെയ്യുന്നത്, കാറ്റയോൺസിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ കൺഫർമേറ്ററി. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് റിസൾട്ട് എന്ന് പറഞ്ഞ് എഴുതുക ദി ഗിവൺ സോൾട്ട് ഈസ് അമോണിയം കാർബണേറ്റ് അങ്ങനെ എഴുതുക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് കുറേ സോൾട്ട് ഉണ്ട്, പക്ഷേ 12 അല്ലെങ്കിൽ 14 അങ്ങനെ അത്രയൊക്കെ നമുക്ക് റെക്കോർഡിൽ എഴുതാൻ കാണത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യിപ്പിക്കത്തുള്ളൂ. എന്നിട്ട് ഈ ചെയ്യിപ്പിക്കുന്നതിനായിരിക്കും നമുക്ക് പ്രാക്ടിക്കലും ചോദിക്കണം. ഇപ്പോൾ 12 എണ്ണം നിങ്ങൾക്ക് ചെയ്യിപ്പിച്ച്, അപ്പോൾ അതിനകത്തുനിന്ന് ഒരെണ്ണമായിരിക്കും നിങ്ങൾക്ക് സോൾട്ട് കിട്ടുന്നത്. അങ്ങനെയാണ് സംഭവം. അപ്പം നമുക്ക് പറയുന്നത് വേണം നമ്മൾ ഇതിനകത്ത് എഴുതാനായിട്ട്. എല്ലാ സോൾട്ടും നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. നമുക്ക് ചെയ്യിപ്പിക്കുന്നതും ടീച്ചർ ലാസ്റ്റ് പറയും ഏതൊക്കെ എഴുതണം, അതാണ് നമ്മൾ എഴുതുക. അങ്ങനെ സോൾട്ടിൻ്റെ ഒക്കെ എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് റിയാക്ഷൻസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് എഴുതുക. അതിൻ്റെ PDF നിങ്ങൾക്ക് തരുന്നത് അല്ലെങ്കിൽ ടീച്ചർ പറയുന്നത് നിങ്ങൾ അതിനകത്ത് എഴുതുക. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ സോൾട്ട് അനാലിസിസ് നമ്മളിപ്പം അവിടെ നമ്മൾ എഴുതി കഴിഞ്ഞ് ചിലപ്പോൾ ഇത് ടീച്ചർ നേരത്തെ തന്നെ ഈ ഓർഗാനിക് അത് എഴുതാനായിട്ട് നേരത്തെ തന്നു. അപ്പം നമ്മൾ ഒരു ഡൗട്ടാണ്, നമ്മളിപ്പോൾ സോൾട്ട് കംപ്ലീറ്റ് ചെയ്തില്ല, നമ്മൾ ഏതെങ്കിലും ആബ്സെൻ്റായി, അപ്പോൾ അത് ഇങ്ങനെ പേജ് വിട്ടിട്ട് ഇത് എഴുതുമോ അങ്ങനെ ഡൗട്ട് കാണും. ഈ റെക്കോർഡിലെന്ന് പറഞ്ഞാൽ നമ്മൾ ഓർഡറിൽ എഴുതണം എന്നുള്ളൊരു കാര്യമാണ്. പക്ഷേ ഈ സോൾട്ടിൻ്റെ വരുമ്പോഴത്തേക്കും നമ്മളത് ഇപ്പം ഓർഗാനിക് എഴുതി കഴിഞ്ഞിട്ടും എഴുതിയാലും മതി. കാരണം അങ്ങനെ പേജ് വിട്ടിട്ട് എഴുതേണ്ട കാര്യമില്ല, നമുക്ക് റെക്കോർഡിൽ എല്ലാ സംഭവം ഉണ്ടായിരുന്നാൽ മതി. അങ്ങനെയാണ്. പിന്നെ ചിലവർ റെക്കോർഡിന് വേണ്ടിയിട്ട് കുറേ ടൈം കളയും, കാരണം 4 മാർക്കല്ലേ. പക്ഷെ നിങ്ങൾ ചിന്തിക്കണം, 4 മാർക്കിന് കാട്ടി നമുക്ക് 40 മാർക്സിനാണ്. അപ്പം ബാക്കിയുള്ളത് നമ്മൾ ചെയ്യുന്നതും അങ്ങനെയുള്ള നോക്കുന്നത് വൈവയുണ്ട്, അതൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്യണം. റെക്കോർഡിൽ മാത്രം ഫുൾ ഫോക്കസ് ചെയ്യുമ്പോൾ അതുപോലെ നമുക്ക് എക്സാമുണ്ട്, തിയറി എക്സാമുണ്ട്, അതിന് പഠിക്കുക, അതൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത്. റെക്കോർഡിന് 4 മാർക്ക് നമ്മൾ സിമ്പിളായിട്ട് കിട്ടും. നമ്മൾ ഒരുവിധം ഒക്കെ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന കാര്യമേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ ടൈം കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കെമിസ്ട്രിയിൽ ഇതൊക്കെയാണ് മെയിനായിട്ട് പറയാനുള്ളത്. അപ്പോൾ നമുക്കത് കംപ്ലീറ്റ് ആകും. അതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് നീറ്റാക്കി വെക്കുക.
പിന്നെ ഫ്രണ്ടിൽ നമ്മൾ രജിസ്റ്റർ നമ്പർ വലുതായിട്ട് പേപ്പറിൽ എഴുതിയിട്ട് നമുക്ക് സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിക്കാം. അല്ലെങ്കിൽ ആ ബ്രൗൺ പേപ്പറിൽ തന്നെ നമുക്ക് പെർമനൻറ്റ് മാർക്കർ വെച്ച് എഴുതാം. അപ്പോൾ നമുക്ക് പോകത്തില്ല. സാധാ മാർക്കർ വെച്ച് എഴുതി കഴിഞ്ഞാൽ മാഞ്ഞു പോകും. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് നമ്മൾ റെക്കോർഡ് ഓരോരുത്തരുടെ മുകളിലെടുത്ത് വെക്കുമ്പോഴത്തേക്കും അത് മാഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഫ്രണ്ടിൽ എഴുതുന്നതെന്ന് വെച്ചാൽ അവർക്ക് പെട്ടെന്ന് നോക്കി എടുക്കാനായിട്ടാണ് നമ്മളങ്ങനെ എഴുതി വെക്കുന്നത്. പിന്നെ കൊടുക്കുന്ന മുമ്പ് നമ്മൾ വാല്യൂസ് എല്ലാം ഒന്ന് ഡബിൾ ചെക്ക് ചെയ്യണം, എല്ലാം കറക്റ്റായിട്ടാണ് നമ്മൾ എഴുതിയിരിക്കുന്നതെന്ന്. പിന്നെ എല്ലാത്തിനും ഹെഡിങ്സ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. പിന്നെ നമ്മൾ ബോക്സൊക്കെ വരയ്ക്കുകയാണെങ്കിൽ ബോക്സ് വരയ്ക്കാൻ പറ്റും. ഞാൻ ടൈട്രേഷൻ്റെ ഭാഗത്ത് പറയാൻ പറഞ്ഞത്, നമ്മൾ ബോക്സ് വരയ്ക്കുന്നതിൽ ബോക്സ് എന്തായാലും നമ്മൾ വരയ്ക്കണം. അതുപോലെ സ്കെയിൽ വെച്ച് നമ്മൾ കൈ വെച്ചൊന്നും വരയ്ക്കേണ്ട. നമ്മൾ സ്കെയിൽ കാണും, അല്ലെങ്കിൽ ആരെങ്കിലും വാങ്ങിച്ച് സ്കെയിൽ വെച്ച് അങ്ങോട്ട് വരയ്ക്കുക. കാരണം നീറ്റ്നെസ്സാണ് നോക്കുന്നത്. സോ സ്കെയിൽ വെച്ച് വരയ്ക്കുക. ബോക്സ് വരയ്ക്കണം, അത് മറക്കരുത്. ഇപ്പോൾ നമ്മൾ പ്രാക്ടിക്കലിന് എഴുതാനായാലും നമ്മൾ ബോക്സ് വരച്ച് വേണം എഴുതാനായിട്ട്. പിന്നെ ഇൻഡെക്സിൽ നമ്മൾ പേജ് നമ്പർ എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ പേജ് നമ്പർ എഴുതുമ്പോൾ കറക്റ്റ് പേജ് നമ്പർ തന്നെ എഴുതാം. അല്ലാണ്ട് വേറെ ആരുടെ ഇൻഡെക്സ് നോക്കി എഴുതി വെക്കരുത്, നമുക്ക് ചേഞ്ച് ആവും. സോ നോക്കിയിട്ട് തന്നെ എഴുതണം. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തർ എല്ലാ ഡൗട്ട്സും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് പറഞ്ഞ പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ റെക്കോർഡ്സിനും ഉള്ളതാണ്. പിന്നെ പറഞ്ഞത് കെമിസ്ട്രീന് മാത്രമായിട്ടാണ്. ഇനി അടുത്ത വീഡിയോസിൽ ഞാൻ മെയിൻ പോയിൻറ്റ്സ് ഫസ്റ്റ് പറഞ്ഞത് പറയില്ല. നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ടില്ലെങ്കിൽ ഞാൻ ആ വീഡിയോ പറയും. ഈ വീഡിയോയിൽ ഫസ്റ്റ് പറഞ്ഞിട്ടാണെന്ന് പറയും. അപ്പോൾ അങ്ങനെയാണ്. ഓക്കെ, ബൈ.